ഡി.കെ. ശിവകുമാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് കണക്കിന് കൊടുത്തിട്ടുണ്ട്. കർണാടകയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഇടപെടാനേ വരണ്ടെന്ന് പറഞ്ഞിരിക്കണേ അല്ലേ? അതെ, കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഡി.കെ. ശിവകുമാർ കൊടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിനകത്ത് അത് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക്, അത് സംസ്ഥാനവുമായിട്ടൊരു തർക്കമാണെങ്കിൽ ശരി, അതിനകത്തൊരു ന്യായവാദമുണ്ട്. ആ സംസ്ഥാനമായിട്ട് നമുക്കൊരു തർക്കമുണ്ട്, ഈ സംസ്ഥാനത്തിൽ തർക്കമുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാമെന്നുള്ളത്. പക്ഷേ ഇവിടെ പിണറായി വിജയൻ അവരുടെ ഒരു ആഭ്യന്തര കാര്യത്തിൽ, അവരുടെ ഒരു നടപടിയിൽ, ഒരു റവന്യൂ നടപടിയാണ്, ആ നടപടിക്ക് മേലാണ് അഭിപ്രായം പറയാൻ ചെന്നത്. അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങൾക്കകത്തൊന്നും കയറി ഇടപെടേണ്ട, നിങ്ങളുടെ ജ്യൂറിസ്ഡിക്ഷൻ അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പോർട്ട്ഫോളിയോ, ഒരു ഏരിയയും കൃത്യമായിട്ടുള്ളത് തന്നിട്ടുണ്ട്, ആ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് പറയുകയും ചെയ്തു. അവിടുത്തെ മലയാളികളുടെ പ്രശ്നം പോലും അല്ല, അതിൽ പോലും അല്ല കയറി ഇടപെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു മറുപടി, അതിൻ്റെ ഒരു വിലയിരുത്തൽ സിദ്ധാർത്ഥ് എസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ്, ഒരു അക്കൗണ്ടുണ്ട്, ഒരു ചെറുപ്പക്കാരൻ്റെ അക്കൗണ്ടാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെ വിലയിരുത്തി എഴുതിയിട്ടുണ്ട്. ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പിണറായി വിജയനോട് കർണാടക ഉപമുഖ്യമന്ത്രി താക്കീത് നൽകിയിരിക്കുന്നു. പൊതുഭൂമി സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അതിലേക്ക് മതവർഗീയത തിരികെ കയറ്റി ഭൂമാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ആരും എടുക്കരുതെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ, സ്വർണ്ണക്കൊള്ളക്കാരൻ കൂടുതൽ ഇങ്ങോട്ടൊന്നും ഉണ്ടാക്കാൻ വരണ്ട എന്നും പോയി വേറെ വല്ല പണിയും നോക്കൂ എന്നുമാണ് ഡി.കെ. ശിവകുമാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ 600 ഏക്കർ വരുന്ന മുൻപത്തെ ഭൂമി മുന്നാധാരവും തീരാധാരവും ഉണ്ടായിരുന്നിട്ടും അവർക്ക് നിയമപ്രകാരം പോക്കുവരവ് ചെയ്യാൻ പോലും അനുവദിക്കാതെ ഇരുന്ന ഒരാളാണ് അയൽ സംസ്ഥാനത്തെ കയ്യേറ്റക്കാർക്ക് വേണ്ടി വാദിക്കാൻ ചെല്ലുന്നത്. എല്ലാ രേഖകളും ഉണ്ടായിട്ടും സ്വന്തം ഭൂമിയിലെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരു ജനതയെ അവഗണിച്ച് നടക്കുന്ന ഒരാൾ, ഒരു രേഖയും ഇല്ലാത്ത അയൽവക്കത്തെ കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിച്ചാൽ പിന്നെ ആരാണ് ആട്ടിവിടാത്തത്? അത് തന്നെയാണ് കർണാടക ഉപമുഖ്യനും ചെയ്തത്. ബംഗളൂരു നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന 5 ഏക്കർ പുറമ്പോക്ക് ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ബംഗളൂരു ഖരമാലിന്യ സംസ്കരണ വകുപ്പിൻ്റെ കീഴിൽ ഉൾപ്പെടുന്ന സ്ഥലമായ അവിടെ നിന്നും ജനം ഒഴിഞ്ഞു പോകണമെന്ന് നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഒടുക്കം സർക്കാർ നേരിട്ട് അവിടെ ഒഴിപ്പിക്കൽ നടത്തിയത്. എന്നാൽ അവിടെ താമസിക്കുന്ന 400 കുടുംബങ്ങൾക്കും ആധാർ കാർഡ്, വോട്ടർ കാർഡ് എന്നിവ ഉണ്ട്. അതുകൊണ്ട് അവരെ ഇറക്കി വിടരുത് എന്നാണ് പിണറായിയുടെ ദൂതനായി അവിടെ എത്തിയ MP റഹീം MP പറഞ്ഞത്. അണ്ടി കമ്പനിയിലും പ്ലൈവുഡ് കമ്പനിയിലും ഒക്കെ പണിക്ക് നിൽക്കുന്ന ബംഗ്ലാദേശികൾക്ക് വരെ ആധാർ കാർഡും വോട്ടർ കാർഡും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ് കേരളം. അത്തരം ഇടത്ത് നിന്നും വരുന്ന ഒരു MP-ക്ക് പട്ടയമില്ലാതെ ഒരു ഭൂമിയിൽ കയറി ആരെങ്കിലും താമസിക്കുന്നതിന് ഇതൊക്കെ ഒരു ന്യായീകരണമായി വാദിക്കാം. അവിടെ താമസിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായത്തിലായതിനാൽ കയ്യേറ്റം അനുവദിക്കുന്നതിന് മുൻഗണന വേണമെന്ന് മുനമ്പം മാതൃകയിൽ ആവശ്യപ്പെടുകയും ചെയ്യാം. പക്ഷേ കേരളം പോലെ കണ്ണടച്ചിരുട്ടാക്കുന്ന പ്രകൃതം എല്ലാ സ്ഥലത്തും നടക്കുമെന്ന് കരുതരുത്. ഭാരതത്തിൻ്റെ മുഖമുദ്രയാകാൻ അതിവേഗം കുതിക്കുന്ന ബംഗളൂരു പോലെ ഒരു മെട്രോ നഗരത്തിൽ ഒരു ചേരി സംസ്കാരം വളർത്തിയെടുക്കാൻ ഒരു ഭരണകൂടവും ആഗ്രഹിക്കില്ല. ഫക്കീർ കോളനി എന്നും വസീം ലേ ഔട്ട് എന്നും പേരിട്ട് 100 കണക്കിന് കുടുംബങ്ങൾ ആധാരമോ പട്ടയമോ ഒന്നുമില്ലാതെ, ഭൂമി ഉടമസ്ഥതയുടെ ഒരു രേഖയുമില്ലാതെ, ഭൂമാഫിയകളുടെയും മതമൗലികവാദ സംഘടനകളുടെയും ഒത്താശയുടെ പൊതുസ്ഥലം കയ്യേറിയാൽ ഒരു ജനാധിപത്യ സർക്കാർ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമാണ് കർണാടകയിൽ നടന്നിരിക്കുന്നത്. എന്നാൽ കേരള മുഖ്യമന്ത്രി ഇതിൽ ന്യൂനപക്ഷ ആക്രമണം എന്ന വർഗീയത തിരികെ കയറ്റി കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ പൊതുഭൂമികളിൽ ഇതുപോലെ ആരെങ്കിലും രേഖയില്ലാതെ കുടിയേറ്റം നടത്തിയാൽ അവരുടെ ജാതി മതമൊക്കെ നോക്കി അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നല്ലേ ഇതിൽ നിന്നും ഇവർ സൂചിപ്പിക്കുന്നത്. ഇതിൽ കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സർക്കാരിൻ്റെ 5 ഏക്കർ പൊതുഭൂമി സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ ഒഴിപ്പിക്കൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചിരുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാൻ തന്നെയായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ ഇവിടെ താമസിക്കുന്ന ഏതാനും കുറച്ച് ആളുകൾക്ക് മാത്രമേ കൃത്യമായ തിരിച്ചറിയൽ രേഖയുള്ളൂ. അതുകൊണ്ട് ഉള്ള നിയമപ്രശ്നങ്ങൾ ആണുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത്? പ്രാദേശികമായി ഉണ്ടാക്കിയ ആധാർ കാർഡും വോട്ടർ കാർഡും അല്ലാതെ കൃത്യമായി ഒരു രേഖയും ഇല്ലാത്ത, തദ്ദേശീയാണോ പരദേശിയാണോ എന്ന് പോലും വ്യക്തമല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു മുഖ്യൻ ചാടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കേരളം എന്ന തെക്കൻ തുരുത്തിൻ്റെ ഇരുണ്ട ഭാവിയിലേക്കുള്ള ചൂണ്ടുപലക കൂടിയാണ് ഇവരുടെ ഈ നിലപാട് എന്നാണ് സിദ്ധാർത്ഥ് എസ് പറഞ്ഞിരിക്കുന്നത്. സിദ്ധാർത്ഥ് കൃത്യമായ അവലോകനം നടത്തിയിട്ടുണ്ട്. പിണറായിയുടെ സ്വഭാവം എന്താണെന്നും പിണറായി അയച്ച ദൂതൻ റഹീമിൻ്റെ താല്പര്യം എന്താണെന്നും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കുറേ കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ മിക്കവാറും അതിൽ ഭൂരിപക്ഷവും ബംഗ്ലാദേശികളായിരിക്കും. ഈ SIR ഒക്കെ നടപ്പിലാക്കി കൃത്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കൃത്യമായിട്ട് നടപ്പിലാക്കി വരുന്നത് കൊണ്ട് തന്നെ പലരും സൗത്ത് ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഒരുപാട് ബംഗ്ലാദേശികൾ ഓടിപ്പോയതായിട്ട്
നമുക്ക് വാർത്തയില്ല. പക്ഷേ ഒറീസ, പശ്ചിമ ബംഗാൾ, ആസാം തുടങ്ങിയ മേഖലകളിൽ SIR നടപ്പിലാക്കിയപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ബംഗ്ലാദേശികളും ബോർഡറൊക്കെ എടുത്ത് ചാടി ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രേഖയില്ലെങ്കിൽ ആദ്യം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകും. പിന്നെ അടുത്ത് അതിന് പുറകെ വരുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ട്, അതിന് പുറകെ വരുന്ന NCR ഉണ്ട്, നാഷണൽ രജിസ്റ്റർ ഫോർ സിറ്റിസൺ ഉണ്ട്. അത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്കും ഈ സിറ്റിസൺ, ദേശീയ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ വരുമ്പോൾ ഇത് പൗരത്വമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും. അതുകൂടെ അറിയാമെന്നുള്ളത് കൊണ്ട് പലരും സൗത്തിലേക്കൊക്കെയാണ് ഒളിക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കണം ഈ പറയുന്ന ബംഗളൂരുവിലുള്ള 2 പ്രധാനപ്പെട്ട മേഖലകളിൽ ചെന്നിട്ട് ഫക്കീർ കോളനി, വസീം ലേഔട്ട്, ഈ പ്രദേശങ്ങളിൽ ചെന്ന് കുടിലും അത് കെട്ടി താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സർക്കാർ നോക്കുകയാണ്, ഞങ്ങളുടെ സർക്കാരിൻ്റെ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരു പ്രദേശം, അവർക്ക് ബംഗളൂരുവിൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വലിയ തോതിൽ മാലിന്യ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത്തരം ഒരു പ്രദേശം കിടക്കുന്നത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്ലാന്റൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനും കഴിയും. അതിനുവേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായ ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി അനധികൃതമായി കയ്യേറിയിരിക്കുന്ന ആൾക്കാരെ ഒഴുക്കിപ്പിക്കുകയാണ് ചെയ്തത്. അത് മുസ്ലിങ്ങളാണ്, ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പിണറായി വിജയന് വലിയ വേദന ഉണ്ടായിരിക്കുന്നത്. ഇതെന്ത് കഷ്ടമാണ്! എന്ത് ബോധമില്ല എന്ന് മാത്രമല്ല, ഇവരുടെ നിലപാട് ഇതാണെങ്കിൽ ഇവിടെയുള്ള കയ്യേറ്റക്കാരോട് ഇവരെന്ത് സമീപനമായിരിക്കും സ്വീകരിക്കുക? അല്ല, അവരെ സംരക്ഷിക്കാനല്ലേ നേറ്റിവിറ്റി കാർഡോ നേറ്റിവിറ്റി കാർഡ് കൊടുത്തിട്ട് അതിനാണെങ്കിൽ യാതൊരു നിയമ സാധ്യതയില്ല. നേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കിട്ടും. ഇവിടെ വന്ന് 6 മാസം താമസിച്ചില്ലെങ്കിൽ 1 വർഷം താമസിച്ച് ഞാൻ ചെന്നിട്ട് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ്, ഇതെൻ്റെ കരന്തിർത്ത രസീത് വേണ്ട, ഞാൻ എൻ്റെ വാടക ചീട്ട് കാണിച്ചാൽ മതി, എനിക്ക് ഞാൻ ഇപ്പോൾ പറയുകയാണ് ഞാൻ ഒരു 3 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, 3 തവണത്തെ വാടക ചീട്ടാണ്. അപ്പോൾ അപ്പോഴേ തന്നെ വില്ലേജ് ഓഫീസർ പരിശോധിച്ചിട്ട് പിറ്റേന്ന് നമുക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. നേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ളതാണ്. ബർത്ത് സർട്ടിഫിക്കറ്റാണ് നമ്മളിവിടെ ജനിച്ചതിൻ്റെ ആധികാരിക രേഖ. 2 നമ്മുടെ പൗരത്വം തെളിയിക്കണമെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ID കാർഡുകൾ കാണിക്കുക ഇവിടുത്തുകാരാണെന്ന്. അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആധാരം പോലുള്ള കാര്യങ്ങൾ, മുന്നാധാരം, ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവണായി, അതെ ശരിയാണ്, നമ്മളുടെ ഈ പറയുന്ന രീതിയിലുള്ള നമ്മൾ പരമ്പരയായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ് തെളിയിക്കാൻ കഴിയും. അല്ലാതെ എവിടെന്നെങ്കിലും വന്ന ഒരുത്തൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നവനായിരിക്കും, അവൻ പറയുകയാണ് ഞാൻ ഇവിടുത്തുകാരനാണ്, അവൻ വ്യാജമായിട്ട് ആധാർ കാർഡ് കിട്ടും. ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആധാർ കാർഡ് കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ആധാർ കാർഡ് കിട്ടും, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. വേണമെങ്കിൽ ഇലക്ഷൻ SIR ഒക്കെ വരുന്നതിന് മുമ്പാണെങ്കിൽ ഇലക്ഷനിലും പേര് ചേർക്കാൻ പറ്റും. ഇപ്പോൾ ഇലക്ഷൻ പട്ടികയിൽ, തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പറ്റില്ല. അതിന് SIR വേണം. ഈ പറയുന്ന SIR പോലെ ഇന്ത്യൻ പൗരത്വമൊക്കെ തെളിയിക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെ കുറേ കയ്യേറ്റക്കാർ വന്നിരിക്കുന്നു, അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനെ അയക്കുകയും നാണം കെടുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അതെ, റഹീമിനെ പോലുള്ള ബെസ്റ്റ് ദൂതന. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെയാണ് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതാണ്. എന്ത് കയ്യേറ്റം! ഇവിടെ കുരിശ് കൃഷി നടന്നപ്പോൾ അറിയാമല്ലോ, വ്യാപകമായ കുരിശ് കൃഷി നടന്നു. ഇത് കോൺക്രീറ്റ് കുരിശുകളുണ്ടാക്കി വയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മുഖ്യമന്ത്രി അതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ആളായിരുന്നല്ലോ. ഇവർ എന്ത് നടപടിയാണ് എടുത്തത്? ഈ പറയുന്ന നിലയ്ക്കൽ പ്രക്ഷോഭം നടന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പൻ്റെ പൂങ്കാവനം പോലും പള്ളി കൊണ്ട് നിറഞ്ഞേനെ. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയേനെ. നമ്മൾ ഈ പറയുന്ന വിധത്തിൽ യാതൊരു വിധത്തിലുള്ള അപരമത വിദ്വേഷമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ, അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനം, മതം മാറ്റ മാഫിയയായിട്ട് മാറുന്നത്, ഇതിനൊക്കെയാണ് നമ്മൾ എതിരായിട്ട് പറയുന്നത് തന്നെ. പക്ഷേ എന്തായാലും കർണാടകയിൽ നടന്നിരിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് തദ്ദേശീയരാണോ എന്ന് തെളിയിക്കപ്പെടാൻ യാതൊരു രേഖയുമില്ലാത്ത വിദേശികളെയൊക്കെയാണ് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി അവിടെ സ്വീകരിക്കുക, അവർ ഒഴിപ്പിക്കുകയും ചെയ്ത്. എന്നിട്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങളിവരെ വെറുതെ പറഞ്ഞു വിടാനല്ല ഉദ്ദേശിക്കുന്നത്, അവർ പുനരധിവസിപ്പിക്കും. അങ്ങനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവർക്കൊന്നും കൃത്യമായ തിരിച്ചറിയൽ രേഖകളില്ല. ഇവരിവിടുത്തുകാരാണോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്കാരാണോ എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലുമില്ല. അങ്ങനെ വന്നപ്പോൾ അതിൽ നടപടിയെടുക്കുക അല്ലാതെ, ഈ പറയുന്ന അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പുനരധിവസിപ്പിക്കാൻ കഴിയും, ഇല്ലാത്തവരെ പുനരധിവസിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. സിദ്ധാർത്ഥസിൻ്റെ വിലയിരുത്തൽ നന്നായിട്ടുണ്ട്, അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്. ഏതായാലും ശരി, ഇത്തരത്തിൽ നാണം കെട്ട മറ്റൊരിടത്ത് പോയി, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ട് നാണം കെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. മുനമ്പത്തെ ജനത ഇത് കാണുമ്പോൾ ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് അവർക്ക് എന്ത് വികാരമാണ് ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റിയിട്ട് പറയേണ്ട കാര്യമില്ല. രേഖകളുണ്ടായിട്ട് പോലും
സ്വന്തം മണ്ണിൽ ഈ പറയുന്ന കരം തീർക്കാൻ പോലും കഴിയാതെ ഇരുന്ന ജനതയാണ് മുൻപത്തേത്. അവരുടെ അവകാശങ്ങളെ പറ്റി പറയാതെ അന്യ സംസ്ഥാനത്ത് പോയി അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു നാണം കെട്ട മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, തെളിഞ്ഞിരിക്കുകയാണ്.